ചാടുന്നുണ്ട് മോളെ ചാടല്ലേ കണ്ടോ എന്തോ പുതുതായിട്ട് NH66 ഹൈവേയിൽ നിങ്ങൾ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ റോഡിൽ വണ്ടിയും കൊണ്ട് പോകാവൂ. ഒന്നാമത്തെ കാര്യം, ഇത് 6 വരിപ്പാതയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും 3 ലൈൻ വെച്ചിട്ടാണുള്ളത്. ഓക്കെ, ലൈൻ കാണിച്ചോളൂ. ഇപ്പൊ ആ ലോറി പോകുന്നത് കണ്ടോ? ആ ലോറി പോകുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിൽ കൂടാണ്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി 3 ലൈനാണ് നമുക്കുള്ളത്. അതില് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിൽ കൂടാണ് ലോറി, ബസ്, ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിൽ കൂടാണ് പോകേണ്ടത്. സെൻട്രൽ ലൈനിൽ കൂടാണ് നമ്മൾ കാർ സെൻട്രൽ ലൈനിൽ കൂടെയാണ് പോകേണ്ടത്. മാക്സിമം സ്പീഡ് 90 to 110 ഡിപ്പെൻസ് ഓൺ ഹൈവേ അല്ലെങ്കിൽ റോഡ് മാറുന്ന സ്ഥലം മാറുന്നതനുസരിച്ച് സ്പീഡ് ലിമിറ്റ് മാറിക്കൊണ്ടിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈൻ 50 കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ് ലിമിറ്റ്. അതുകൊണ്ട് എക്സിറ്റ് കണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ എക്സിറ്റ് ബോർഡ് ഉള്ള റൂട്ടിൽ കൂടെ മാത്രം, അതായത് ഈ കാണുന്ന രീതിയിൽ കണ്ടോ, ഇപ്പൊ നമുക്ക് ഈ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയയിൽ നിന്ന് മാത്രമേ നമുക്ക് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ. എൻട്രി ഇതുപോലൊന്നും ചാടലിടേ മോളെ. ദൈവമേ, ഹൈവേ പറന്നു വരുന്ന സ്ഥലത്തൂടെ കണ്ട കൊച്ചു ചാടിയെ, പറന്നു വരുന്ന സ്ഥലത്തൂടെ ഒക്കെ ചാടുക. റൈറ്റ് സൈഡിൽ നമ്മളെ 3ാമത്തെ ലൈൻ, അതായത് ഞാനിപ്പോ ഇൻഡിക്കേറ്റ് ഇട്ട് കയറാൻ പോകുന്ന ഈ ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓവർടേക്കിംഗ് ലൈൻ ആണ്. അതായത് 3ാമത് കാണുന്ന ഇത് ഫാസ്റ്റ് ട്രാക്ക് ആണ്. നമുക്ക് ഈ കാണുന്ന ബസ്സിനെ എനിക്ക് ഓവർടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ലൈനിൽ കയറുക, തിരിച്ച് ഇൻഡിക്കേറ്റർ ഇടുക, തിരിച്ച് കണ്ട് ഈ റൂട്ടിൽ വരിക, ഇപ്പുറത്തെ സ്ഥലത്ത് വരിക. കണ്ടോ, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഹൈവേയിലെ റൂൾ എന്ന് പറയുന്നത്. ഈ ലോറി ശരിക്കും പോകുന്നത് തെറ്റായിട്ടാണ് ആസ് പെർ റൂൾ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, കേറുന്നു. റൈറ്റിലെ ട്രാക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ചാടുന്നുണ്ട് മോളെ ചാടല്ലേ കണ്ടോ. എന്റെ ദൈവമേ, ഇത് ഓടിക്കുമ്പോ ടെൻഷൻ ഹൈവേയില് നോക്കിക്കോണം. ഹൈവേയിൽ ഒരിക്കലും 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ഒരാൾ ചാടിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ഇടിച്ച് തെറിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്പീഡ് ട്രാക്ക് ആയിട്ട് മാത്രമേ ഈ റൈറ്റ് സൈഡിലുള്ള ലൈൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ സെൻട്രൽ ലൈൻ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്പീഡ് ലിമിറ്റിൽ പോവാ. പിന്നെ ബൈക്കുകാർ ഇപ്പൊ പണി നടക്കാത്തതുകൊണ്ട് ചിലപ്പോൾ കയറുന്നതായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ബൈക്ക് കയറ്റത്തില്ലെന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബൈക്കുകാരുടെ ആ ഒരു നമുക്ക് പെട്ടെന്ന് വെട്ടിച്ച് ചാടുമെന്നുള്ള ടെൻഷൻ ഇല്ല. ബൈക്കുകാർ പക്ഷെ ഇതുവഴി പോകുന്ന ഞാൻ ആലോചിക്കുന്നത്.